The smallest wavelength of Lyman series is 91 nanometer. Difference between largest wavelength of Passion and Balmer series is nearly. അപ്പോൾ നമുക്ക് റിഡ്ബർഗ് ഫോർമുല അറിയാം. റിഡ്ബർഗ് ഫോർമുല ഫോർ ഹൈഡ്രജൻ ആറ്റം എന്നാണ് ഞാൻ എടുക്കുന്നത്. ഹൈഡ്രജൻ ആറ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് 1/λ is equal to, അല്ലെങ്കിൽ വേവ് നമ്പർ is equal to R into 1/, ഫൈനലി എങ്ങോട്ടാണ് വന്ന് ഏത് ഓർബിറ്റിലേക്കാണ് വരുന്നത്, ദെൻ ഇനീഷ്യലി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫൈനൽ 1, 2 അങ്ങനെയൊക്കെ എടുക്കാണ്ട് ഫൈനൽ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ സ്ക്വയർ എന്ന് എഴുതി. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇനി അത് ഹൈഡ്രജനിലേക്ക് ആകുമ്പോൾ നമ്മൾ RZ സ്ക്വയർ അറ്റോമിക് നമ്പറിൻ്റെ സ്ക്വയറും കൂടെ അവിടെ കൊടുക്കും. അത്രേ ഉള്ളൂ. ഞാൻ ഹൈഡ്രജൻ ആറ്റം എന്നൊരു കൺസെപ്റ്റ് എടുത്തു. Z1 ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റിൽ തന്നത് എന്താണ്? സ്മോളസ്റ്റ് വേവ് ലെങ്ത് ആണ്. സീരീസിലെ ഫസ്റ്റ് വൺ ആണ് ലൈമാൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് മുതൽ അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ലൈമാൻ സീരീസ് ഫോം ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് സ്മോളസ്റ്റ് വേവ് ലെങ്ത് എപ്പോഴാണ് കിട്ടുക? ലൈമാൻ സീരീസിന്റെ സ്മോളസ്റ്റ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുമ്പോഴാണ്. ഇൻഫിനിറ്റിയിൽ നിന്ന്, ഇൻഫിനിറ്റി എന്നുള്ള ഓർബിറ്റിൽ നിന്ന്, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്മോളസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈമാൻ സീരീസ് കിട്ടുന്നത്. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? 91 നാനോമീറ്റർ ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. 1/λ is equal to R into എന്താണ്? ഫസ്റ്റ് ഓർബിറ്റിലേക്കാണ് വരേണ്ടത്. ഫ്രം വേർ? ഫ്രം ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം 1/λ is equal to നമുക്ക് എന്താ കിട്ടുന്നത്? ഞാൻ ലൈമാൻ എന്ന് പറയുന്നത്, ലൈമാൻ എന്നുള്ളത് L എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ 1/λL is equal to ആരാണ്? R ആണ്. Therefore നമുക്ക് λL എന്ന് പറയുന്നത് ആരാണ്? 1/R ആണ്. R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്, വാല്യൂ യൂണിറ്റ് എല്ലാം നമുക്ക് അറിയുന്നതാണ്. അപ്പം ഈ വാല്യൂ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 91 നാനോമീറ്റർ ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്താ ചോദിച്ചത്? ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് വേവ് ലെങ്ത്. അപ്പം നമ്മൾ നേരത്തെ എഴുതിയത് എന്തിനാണ്? സ്മോളസ്റ്റ് വേവ് ലെങ്ത് ആണ്, ഇൻഫിനിറ്റി ടു ഫസ്റ്റ് എഴുതിയത് ലൈമാൻഡ്. ഇനി ഇവിടെ ചോദിച്ചത് ലാർജസ്റ്റ് വേവ് ലെങ്ത് ഓഫ് പാഷൻ ആൻഡ് ബാമർ സീരീസ് ആണ്. ലൈമാൻ, ബാമർ, പാഷൻ. അപ്പൊ പാഷനിൽ എങ്ങനെയാണ്? 1/λ പാഷൻ. പാഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ലാർജസ്റ്റ് വേവ് ലെങ്ത് പറയും. പാഷൻ എന്ന് പറയുന്നത് തേർഡ് ഓർബിറ്റിലേക്കാണ്. ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത് ഓർബിറ്റിൽ നിന്ന് തേർഡ് ഓർബിറ്റിലേക്ക് ട്രാൻസിഷൻ വരുന്നതാണ് ഏത് സീരീസ്? സ്പെക്ട്രൽ ലൈൻ പാഷൻ സീരീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാർജസ്റ്റ്, ഫസ്റ്റില് നമുക്ക് സ്മോളസ്റ്റ് വേവ് ലെങ്ത് ആയിരുന്നു. ഇവിടെ വരുന്നതോ ലാർജസ്റ്റ് വേവ് ലെങ്ത് ആണ്. അപ്പം ലാർജസ്റ്റ് വേവ് ലെങ്ത് ആവാൻ നമുക്ക് പാഷൻ സീരീസ് എവിടെ കിടക്കുന്നത്? തേർഡ്. അപ്പോൾ നെക്സ്റ്റ് ഓർബിറ്റിൽ നിന്ന്, അതായത് ഫോർത്ത് ഓർബിറ്റിൽ നിന്ന് തേർഡ് ഓർബിറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് ലാർജസ്റ്റ് വേവ് ലെങ്ത് ഓഫ് പാഷൻ സീരീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1/3 സ്ക്വയർ മൈനസ് ആരായിരിക്കണം? 1/4 സ്ക്വയർ. റെഡി? അപ്പം എന്തായിരിക്കും? 16 R of 16 minus 9/16 into 9. Okay, that is lambda passion series എന്ന് പറയുന്നത് 16 into 9 divided by ആരാണ്? 16 minus 9 7 R ആണ്. ഇതാരുടെയാണ്? ലോങ്ങസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് വേവ് ലെങ്ത് ഓഫ് പാഷൻ സീരീസ്. ഇനി നമ്മുടെ എന്താ പറഞ്ഞത്?
ബാമർ സീരീസും ലാർജസ്റ്റ് ആണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി 1/λ ബാമർ എന്ന് പറയുമ്പോൾ ബാമർ സീരീസിന്റെ മാക്സിമം വേവ് ലെങ്ത്. അപ്പോൾ 1/λ ബാമർ ഇസ് ഈക്വൽ ടു R ഇൻറ്റു, നോക്കിയേ, ബാമർ സെക്കൻഡ് ആണ്. അപ്പോൾ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് മാക്സിമം വേവ് ലെങ്ത്. 1/2² മൈനസ് 1/3². ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് 9 മൈനസ് 4 6 ബൈ 9 ഇൻറ്റു 4 36. അപ്പം ലാംഡ ബാമർ എന്ന് പറയുമ്പോൾ 36/5R. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് വേവ് ലെങ്ത് ഓഫ് പാഷൻ ആൻഡ് ബാമർ ആണ്. അപ്പോൾ ലാംഡ പാഷൻ മൈനസ് ലാംഡ ബാമർ ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു 9/7. ഞാൻ 1/R ഓൾറെഡി നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് 91. അത് ലാസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 1/R ബ്രാക്കറ്റിൽ പുറത്ത് എഴുതാം. ഓക്കെ, 36/5 ഇൻറ്റു 1/R. അതിൽ ആറിൻ്റെ വാല്യൂ അല്ല 1/Rൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് 91 നാനോമീറ്റർ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 16 ഇൻറ്റു 9 മൈനസ് 7 ഇൻറ്റു 36 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 5 35 ആണ്. 1/R 91 ആണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1216 പോയിന്റ് സംതിങ് ആണ്. 1216.6 റൗണ്ട്. അപ്പൊ നമുക്കത് റൗണ്ടഡ് ഫിഗർ ആയിട്ട് എത്ര എടുക്കാം? 1217. ഓക്കെ.